ചിക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയ്ക്ക് മുമ്പായി നടന്ന ഗോസേവാ മഹായജ്ഞം അതിവിശിഷ്ടമായ ഒരാചാരമായി മാറുകയുണ്ടായി. പ്രപഞ്ചമാതാവായ ഗോവിൽ സർവ്വദേവതമാരും അധിവസിക്കുന്നു എന്നാണ് സങ്കല്പം. ജന്തുലോകത്തിൽ മാതൃകാപരവും ഉത്കൃഷ്ടവുമായ ജീവിതമാണ് ഗോമാതാവിൻ്റേത്. ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ ലോകസേവനം ചെയ്യുന്ന ഗോമാതാവിനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കുവാൻ ശാസ്ത്രം അനുശാസിക്കുന്നു. സപ്തദ്വീപുകൾ വലം വയ്ക്കുന്നതിന് തുല്യമാണ് ഗോമാതാവിനെ വലം വയ്ക്കുന്നത്. ഇവിടെ നടന്ന ഗോസേവാ മഹായജ്ഞം ഗോമാതാവിന്റെ പുണ്യജീവിതം നമ്മിലും സംഭവിക്കുമാറാകട്ടെ എന്ന സന്ദേശമാണ് നൽകിയത്. ഉത്സവാരംഭത്തിന് മുന്നോടിയായി നടന്ന ധർമ്മദൈവ സംഗമം ഒരു ഗ്രാമത്തിന്റെ വരവറിയിക്കുന്ന അപൂർവ സംഗമമായി മാറി. ക്ഷേത്ര തട്ടകത്തിലെ കുടുംബക്ഷേത്രങ്ങളിൽ നിന്ന് ശ്രീ മഹാവിഷ്ണുവിന് ഒരു നേരത്തെ പൂജാദ്രവ്യങ്ങളും വഹിച്ചുകൊണ്ട് ശോഭായാത്രയായി ക്ഷേത്രത്തിലെത്തി ദേവന് സമർപ്പിക്കുന്ന അത്യപൂർവമായ ചടങ്ങാണിത്. ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ പങ്കാളിത്തവുമുള്ള ക്ഷേത്രോത്സവത്തിന്റെ ഓരോ തട്ടകദേശക്കാരും അവരവരുടെ ധർമ്മദേവതയുടെ ധ്വജം ക്ഷേത്ര സന്നിധാനത്തിൽ സ്ഥാപിക്കുന്നു. ഉത്സവം കൊടിയേറുന്നത് മുതൽ ഉത്സവാന്ത്യം വരെ പരദേവതമാരുടെ സാന്നിധ്യം ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുമെന്നതാണ് ഇതിനു പിന്നിലെ സങ്കല്പം. തുടർന്നുള്ള ക്ഷേത്രോത്സവ ചടങ്ങുകളിൽ ഒരു ഗ്രാമം മുഴുവനാണ് പങ്കാളിത്തം വഹിക്കുന്നത്. ആറാട്ടോടെ മെയ് 15-ാം തീയതി ഇവിടുത്തെ പുനഃപ്രതിഷ്ഠാ മഹോത്സവ ചടങ്ങുകൾ പര്യവസാനിച്ചപ്പോൾ ഒരു ഗ്രാമം മുഴുവൻ അതിന് സാക്ഷിയായി.
ഓം. ആഘോഷങ്ങളുടെ പുറമോടിക്ക് പരിധിയിട്ടുകൊണ്ട് ചിക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകളും ആചാരങ്ങളും ഭക്തജനങ്ങളുടെ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ സമകാലീന മാതൃകയായി മാറുകയുണ്ടായി. സനാതന ധർമ്മവിശ്വാസങ്ങളെ പരിപോഷിപ്പിക്കുവാനും ക്ഷേത്ര സംസ്കാരം നിലനിർത്തുവാനും നമ്മുടെ മഹത്തായ പാരമ്പര്യം ഉയർത്തിക്കാട്ടുവാനുമുള്ള ഈ ക്ഷേത്ര ഭാരവാഹികളുടെ പരിശ്രമങ്ങളെ ക്ഷേത്രായനം ആദരവോടെ നോക്കിക്കാണുന്നു. സർവസ്ഥിതികാരകനായ സാക്ഷാൽ ശ്രീ വൈകുണ്ഠനാഥൻ തേശ്ശേരി നിവാസികൾക്ക് സർവൈശ്വര്യങ്ങളും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്രായനത്തിന്റെ ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്രായനത്തിന്റെ വിനീത നമസ്കാരം.